Hey guys, welcome back. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഈ ഒരു ക്വാളിറ്റി ഓഡിയോ ക്വാളിറ്റിയിലേക്ക് മാറാനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇത് പല ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മിക്കവരും ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ലൈവ് ആണെങ്കിൽ നല്ലൊരു ഓഡിയോ ക്വാളിറ്റി ഉണ്ടാവുന്നത് ഒരു മിനിമം റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിയേഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് സാധാ ഒരു ഫോൺ മാത്രമോ നിങ്ങളുടെ സെക്കൻഡറി അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഫോൺ തന്നെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു ലെവലിലുള്ള സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാവുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം വയ്ക്കാൻ നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഡോൾബി ഓൺ എന്നാണ്. നമ്മുടെ ഡോൾബി അറ്റ്മോസ് ആ കമ്പനിയുടെ തന്നെ സാധനമാണ്. ഇത് നമുക്ക് മൊബൈൽ യൂസിന് വേണ്ടിയിട്ട് അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ ഇറക്കിയേക്കുന്നതാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ലൈവ് ബട്ടണിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. നേരെ പോയി ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ട് നിങ്ങൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഇൻ്റർഫേസ് ആണ് കാണുന്നത്. ഒരു ഓറഞ്ച് പിങ്ക് ചേർന്ന ഒരു കളറുള്ള ഒരു ടോണാണ്. അതിനകത്ത് മെയിനായിട്ട് 3 ബട്ടൺസ് ആയിട്ട് എൻലാർജ്ഡ് ആയിട്ട് നമുക്ക് വലുതായിട്ട് കാണാം. അതിനകത്ത് ഒന്നാണ് അതിൻ്റെ ഏറ്റവും നടുക്കുള്ളതാണ് ഡയറക്റ്റ് റെക്കോർഡ്. നിങ്ങൾക്ക് ഓഡിയോ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മുടെ സ്ട്രീമിംഗ് ഓപ്ഷൻ. നിങ്ങൾക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിച്ച്, പിന്നെ കസ്റ്റം URL ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഓഡിയോയും വീഡിയോയും ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാവുന്ന ഓപ്ഷൻ. പിന്നെ 2 ഓപ്ഷൻസ് ഇതിൻ്റെ മാനുവൽ സെറ്റിങ്സും പിന്നെ ഇതിൻ്റെ ഓഡിയോ ലൈബ്രറി. ഈ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിങ്ങളുടെ ഓഡിയോ കസ്റ്റമൈസേഷൻ. അതിനായിട്ട് നിങ്ങളുടെ ഓഡിയോ ലൈബ്രറി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സൗണ്ട് റെക്കോർഡിങ്സ് എല്ലാം ട്രാക്ക് എന്നുള്ള രീതിയിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർ ചെയ്യാം, നിങ്ങളുടെ റീനെയിം ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങളുടെ ട്രാക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഏറ്റവും ഫീച്ചേർഡ് ആയിട്ടുള്ള ഈ ആപ്പിൻ്റെ പ്രത്യേകതകളിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ ആ ഓഡിയോ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ 5 ഓപ്ഷൻസ് വരിക: സ്റ്റൈല്, നോയ്സ്, ടോൺ, ബൂസ്റ്റ്, ട്രിം. അപ്പോൾ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോരോ സ്റ്റൈല് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ ഡോൾബിയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുണ്ടാവും. അത് ഓരോരോ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ വേരിയേഷൻസ് കിട്ടും. അതിനകത്തുള്ളത് ഡീപ്പ്, സ്റ്റാൻഡേർഡ്, നാച്ചുറൽ, ലിറിക്ക്, തമ്പ്, പിന്നെ ആംഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു 5 സ്റ്റൈലുകളാണ് തന്നിരിക്കുന്നത്. പിന്നെ എന്നാണ് നോയ്സ്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെയും ക്ലാരിറ്റിയും ഓഡിയോയുടെ ക്ലാരിറ്റിയാണ്. അപ്പോൾ ഓഡിയോയുടെ ക്ലാരിറ്റിയിൽ ഈ നോയ്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ വീഡിയോ ഏറ്റവും കൂടുതൽ എൻഗേജ് ആവുന്ന ഒരു സെക്ഷനാണ് ഈ നോയ്സ് റിഡക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് നോയ്സ് റിഡക്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് ചെയ്യാൻ പറ്റും. അതിന് 0 to 10 വരെയാണ് അതിനകത്തുള്ള പാരാമീറ്റേഴ്സ് വരുന്നത്. പിന്നെയാണ് ടോൺ നിങ്ങൾക്ക് ട്രബിള്, ബേസ്, മിഡ്സ് നിങ്ങൾക്ക് 0 to 20 വരെ നിങ്ങൾക്ക് തന്നെ മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ബൂസ്റ്റും 0 to 20 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഓഡിയോ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റത്തെ ഓപ്ഷൻ ട്രിമ്മാണ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ ഓഡിയോ വേറൊരു ആപ്ലിക്കേഷനും വേറൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ വേറൊരു MP3 കട്ടറോ അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനിലാണ് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിം ചെയ്ത് സുഖമായിട്ട് നിങ്ങളുടെ വീഡിയോയുടെ ആയിട്ട് നിങ്ങളുടെ വീഡിയോ എഡിറ്ററിലോട്ട് ഡയറക്റ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ എഡിറ്ററിലിട്ട് അടിപൊളിയാക്കി വീഡിയോസൊക്കെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഓഡിയോ ക്വാളിറ്റിയുടെ പ്രത്യേകതയും ഈ ഓഡിയോ ക്വാളിറ്റിയുടെ എങ്ങനെയതിൻ്റെ രഹസ്യങ്ങളെന്നൊക്കെ. അപ്പോൾ ഇനി എന്തിനാ വായിക്കണേ? നേരെ പോയി റെക്കോർഡ് ചെയ്യുക, പൊളിക്കുക, യൂട്യൂബ് ചാനലിടുക, റീച്ച് ഉണ്ടാക്കുക. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരെ പോയി ആ ചുവന്ന ബട്ടണില്ലേ സബ്സ്ക്രൈബ് അതുപോലെ ഞെക്കുക, ഒരു ലൈക്ക് കൊടുക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.